നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഠിനമായ ചൂടിൽ വെന്തുരുകുന്ന കേരളത്തിന് ആശ്വാസമേകി സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകാൻ പോകുന്നു എന്ന് IMD വിദഗ്ധരുടെ കൂടി അറിയിപ്പ് വരുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ മണിക്കൂറിൽ കേൾക്കാം എന്നുള്ളതാണ്. അതൊരു ആശ്വാസ വാർത്ത കൂടിയാണ് നമുക്ക് സത്യത്തിൽ ഇപ്പോൾ ലഭിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ആശ്വാസ വാർത്ത എന്ന് പറയാൻ കാരണം നമുക്കറിയാം വെന്തുരുകുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെയധികം ചൂട് കൂടുതലാണ് ഓരോ ജില്ലകളിലും. എടുത്തു പറയേണ്ടത് പാലക്കാട് ജില്ലയുടെ അവസ്ഥയാണ്. 40 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂട് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മറ്റ് ജില്ലകളിൽ ഇരിക്കുന്നവർക്ക് അത് ഒരിക്കലും എങ്ങനെയായിരിക്കും അവർ തരണം ചെയ്യുക എന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ അത് തന്നെയാണ് അവസ്ഥ. കൊല്ലത്തേക്കൊക്കെ തന്നെ ഉച്ചയ്ക്കൊന്നും തന്നെ കടകൾ തുറക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. കാരണം ആരും കടയിലേക്ക് സാധനം വാങ്ങിക്കാൻ വരാത്തൊരു അവസ്ഥയാണുള്ളത് ഉച്ചയ്ക്കൊക്കെ. അതുകൊണ്ട് തന്നെ പലരും കട അടച്ചാണ് കിടക്കുന്നത്. അതായത് രാവിലെ തുറന്നിട്ട് വളരെ നേരത്തെ 6 മണിയോട് കൂടി തന്നെ എല്ലാ കടകളും തുറന്നിട്ട് രാവിലെ ഒരു 9-10 മണിയോട് കൂടി കട അടയ്ക്കുന്നു. പിന്നീട് വൈകുന്നേരം 5 മണിക്ക് ശേഷം മാത്രമേ കട തുറക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ പൊതുവെ പലയിടങ്ങളിലും അനുഭവപ്പെട്ട് വരുന്നു. കാരണം സത്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് തന്നെയാണ് വളരെ നല്ലത് എന്ന് വേണം പറയാൻ. കാരണം ഇത്തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള ചൂട് വരുമ്പോൾ വെയിൽ ഇങ്ങനെ ഉദിച്ചുയർന്നു നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില രീതികൾ എടുക്കേണ്ടത് നല്ലതാണ്. കാരണം നമ്മുടെയും മറ്റുള്ളവരുടെ ഒക്കെ ജീവിതത്തിന് അത് നല്ലതാണ്. മറ്റൊരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ വെള്ളം വാങ്ങാനൊക്കെ വരുന്ന ആളുകൾ ഉണ്ടാകും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് വേണം കടകൾ പൂർണ്ണമായി അടയ്ക്കാനെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും IMDയുടെ നിലവിലെ ഒരു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ റെയിൻഫാൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. രണ്ടിടങ്ങളിലാണ് പ്രധാനമായും റെയിൻഫാൾ ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് മഴ ലഭിച്ചത്. കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ 2.2 mm മഴയാണ് തിരുവനന്തപുരം സിറ്റിയിൽ കിട്ടിയിരിക്കുന്നത്. 0.3 mm മഴയാണ് തിരുവനന്തപുരത്തെ മറ്റുള്ള ഭാഗങ്ങളിൽ ഒക്കെ കിട്ടിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. പത്തനംതിട്ടയിലും അതുപോലെ തന്നെ പലയിടങ്ങളിലും മഴ പെയ്തിരുന്നു. തിരുവനന്തപുരത്ത് 23 mm മഴ പാലോടാണ് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും കൂടുതൽ പെയ്തത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും വിവിധ ഇടങ്ങളിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് IMD തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ മുതലാണ് മഴ ശക്തമായി പെയ്യാൻ തുടങ്ങിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തെക്കൻ മധ്യ കേരളത്തിലെ വിവിധ ജില്ലകളിലാണ് വ്യാപകമായി മഴ ലഭിച്ചത്. വരും ദിവസങ്ങളിൽ മഴ വടക്കൻ കേരളത്തിലേക്കും വ്യാപിപ്പിക്കുമെന്നും വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് ആകെ മഴ കൂടുതൽ ശക്തമാകുമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരുന്ന പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തിരുവനന്തപുരം ജില്ലകളിൽ ചൊവ്വാഴ്ച മികച്ച മഴ ലഭിച്ചു. ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലകളിൽ ശക്തമായ മഴ തന്നെയാണ് പെയ്തത്. ഇത് കുടിവെള്ളക്ഷാമത്തിനും കൃഷിനാശത്തിനും ചെറിയ രീതിയിലുള്ള ആശ്വാസം പകർന്നിട്ടുണ്ട്. എന്നാൽ വടക്കൻ കേരളത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരം വരെ മഴയുടെ സാധ്യത കുറവായിരുന്നു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വിവിധ ദിവസങ്ങളിലായി സംസ്ഥാനത്തെ 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും ശനിയാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച വരെ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നൽ സാധ്യത കൂടുതലായതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. തുടർച്ചയായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തിയിരുന്ന പാലക്കാട് ഉൾപ്പെടെ ജില്ലകളിൽ മഴ പെയ്തത് വളരെ ആശ്വാസമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്തരീക്ഷത്തിലെ ആർദ്രത വർദ്ധിക്കുന്നത് ചില ഇടങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുമെങ്കിലും മഴ പെയ്യുന്നത് ഭൂമി തണുക്കാൻ സഹായിക്കും. വേനൽ മഴ ലഭിക്കുന്നത് ജലസ്രോതസ്സുകളിലെ നീരൊഴുക്ക് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. നിലവിലെ കണക്കുകൂട്ടലുകൾ പ്രകാരം ശനിയാഴ്ചയ്ക്ക് ശേഷം ഏതാനും ദിവസങ്ങൾ മഴയിൽ കുറവുണ്ടായേക്കാം. എന്നാൽ അതിനുശേഷം മഴ വീണ്ടും സജീവമാകും. മെയ് പകുതിയോടുകൂടി സംസ്ഥാനത്ത് കൂടുതൽ മഴ ലഭിക്കാനാണ് സാധ്യത. ഇത് കാലവർഷത്തിന് മുന്നോടിയായുള്ള അന്തരീക്ഷ മാറ്റങ്ങളുടെ സൂചനയായും നിരീക്ഷകർ കരുതുന്നുണ്ട്. മഴയ്ക്കൊപ്പം കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം. കനത്ത മഴയുള്ള സമയങ്ങളിൽ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും നിർദ്ദേശം ഉണ്ട്. വേനൽ കടുത്തതോടെ കിണറുകളും തോടുകളും വറ്റി തുടങ്ങിയ പലയിടങ്ങളിലും മഴ എത്തിയതോടുകൂടി കുടിവെള്ളക്ഷാമത്തിന് ചെറിയൊരു ആശ്വാസവുമുണ്ട്. തോടുകളിലും ചിറകളിലും വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങിയതോടുകൂടി നാട്ടുകാർക്ക് ഇത് വലിയൊരു ആശ്വാസമായി മാറിക്കഴിഞ്ഞു. തുടർച്ചയായ മഴ ലഭിച്ചാൽ മാത്രമേ ഭൂഗർഭ ജലനിരപ്പ് ഉയരുകയുള്ളൂ. തെക്കൻ കേരളത്തിൽ മഴ എത്തിയെങ്കിലും വടക്കൻ കേരളത്തിലെ പലയിടങ്ങളിലും ചൂടിന് വലിയ കുറവുണ്ടായിട്ടില്ല. വയനാട് ഒഴികെയുള്ള വടക്കൻ ജില്ലകളിൽ വ്യാഴാഴ്ചയോടെ മാത്രമേ മഴ സജീവമാകൂ എന്നാണ് റിപ്പോർട്ട്.